അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ. നല്ല മണമാണ് വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദെബൂസ് വേൾഡ്. ടിൻ ഫിഷ് ടൂണ മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായി ഒരു സവാള, തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി ഇല എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ടൂണ എടുക്കാം. ഞാൻ 2 ടൂണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് വെജിറ്റബിൾ ഓയിലുള്ള ടൂണയാണ് കേട്ടോ. ടൂണ ഇതേപോലെ വാട്ടറിലും വരും. ഞാൻ ഈ ടൂണയിലെ ഓയിൽ ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിലും ഇത് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇവിടെ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള വഴണ്ട് കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് സവാളയുടെയൊക്കെ കളറ് മാറി വന്നതായിട്ട് കാണാം. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായി കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കാം. ഞാനൊരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും തക്കാളിയും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ആ സ്പൂണ് വെച്ച് തന്നെ സ്മാഷ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് ആവശ്യമായുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂണയും കൂടി ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ ടൂണ നന്നായി ഇതിലിട്ട് ചിക്കി തോത്തിയെടുക്കണം. മസാലയും ടൂണയും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഒരു നല്ല മണമാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണില് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് എത്രത്തോളം ഡ്രൈ ആക്കണമോ അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ്. ലാസ്റ്റ് ആയിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ. ഫിഷ് ഇല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ ശരി ഫ്രണ്ട്സ്, ബൈ ബൈ.